ഹലോ ഫ്രണ്ട്സ്, വെളുവനാട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞങ്ങളെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വൈഫിന് എന്താണ് ജോലി, എനിക്ക് എന്താണ് ജോലി, അമ്മ എന്താ ചെയ്യണേ, കുട്ടികൾ എന്താ ചെയ്യണെന്നൊക്കെ. അതിനൊക്കെ ഒരു മറുപടി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് കേട്ടോ. എന്റെ പേര് രമേശ് എന്നാണ്, എന്നെ ഉണ്ണീന്ന് വിളിക്കും. ഞങ്ങളുടെ വീട് ഒറ്റപ്പാലത്ത് പഴയലക്കിടിയാണ് കേട്ടോ. ഞങ്ങളുടെ പഴയലക്കിടി നിന്ന് കുറച്ച് ഉള്ളിലേക്ക് വരണം, അകലൂർ എന്ന് പറയും, അവിടെയാണ് ഞങ്ങളുടെ വീട്. ഞാൻ കൂലിപ്പണിക്കാണ് പോകുന്നത്. ഈ വൈഫ് എന്റെ വീട് ശരിക്കുള്ള വീട് തിരുവല്ലാമല. കല്യാണം കഴിച്ചുകൊണ്ട് ഏട്ടന്റെ വീടാണ് പഴയലക്കിടി. അപ്പൊ ഞാൻ വർക്ക് ചെയ്യണത് ഷൊർണൂര് റെയിൽവേ സ്റ്റേഷനിൽ ക്ലീൻ സ്റ്റാഫാണ്. ട്രെയിൻ ക്ലീൻ സ്റ്റാഫായിട്ടാണ് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 10 വർഷം കഴിഞ്ഞു. അപ്പൊ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 2 വർഷത്തോളമായി. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 2 വർഷത്തോളമായി കഴിഞ്ഞിട്ടും നമുക്ക് അതിനെ കുറിച്ച് വലിയ റീച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ 1-2 മാസം നമ്മൾ ഫാമിലി വീഡിയോ ചെയ്യാൻ തുടങ്ങി നമുക്ക് റീച്ച് കയറാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ നമ്മൾ വിളിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർക്ക് എല്ലാവർക്കും വലിയൊരു നന്ദിയുണ്ട്. പിന്നെ ഇതാണ് ഞങ്ങൾ എല്ലാവരും നിങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ അമ്മ, ഇത് 2 കൊച്ചുമക്കള്. അപ്പൊ അമ്മേനെ കുറിച്ച് അമ്മ പറയും. അമ്മയ്ക്ക് പറയാൻ കിട്ടുന്നില്ല കേട്ടോ. അമ്മയുടെ പേര് പ്രേമ എന്നാണ്. ഞങ്ങക്ക് അച്ഛല്ല, അച്ഛൻ ഞങ്ങളുടെ ചെറുപ്പത്തിൽ മരിച്ചു പോയതാണ്. ചെറുപ്പത്തിൽ പറഞ്ഞാൽ എനിക്കൊരു 1.5 വയസ്സാകുമ്പോൾ അച്ഛൻ മരിച്ചു. പിന്നെ എന്നെ നോക്കിയതും വളർത്തിയതൊക്കെ അമ്മയാണ്. അതുകൊണ്ട് തന്നെയാണ് അമ്മയാണ് ഞങ്ങൾക്ക് ഇത്ര ഇഷ്ടവും. ഇവര് തമ്മിൽ എല്ലാവരും അതുമുമ്പിലാണ് സ്നേഹം. ഇത് ഞങ്ങളുടെ മൂത്ത മകനാണ്, കണ്ണന്ന ഞങ്ങളെ വിളിക്കുക കേട്ടോ. അവന്റെ പേര് ശബരിനാഥ് എന്നാണ്. ഇവന്റെ പേര് കാശിക്കുട്ടൻ, കാശിനാഥ് എന്നാണ് ഇവനെ വിളിക്കുക. എത്രയാ പഠിക്കുന്ന കാശി? ശബരിനാഥ് പറഞ്ഞോട്ടാ. എന്റെ പേര് ശബരിനാഥ്. ഞാൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്നെ വീട്ടില് വിളിക്കുന്ന പേര് കണ്ണൻ. ഞങ്ങൾ രണ്ടാളെ SRVJP സ്കൂളിലാണ് പഠിക്കുന്നത്. പിന്നെ ഇവനെ പാട്ട് പഠിക്കാൻ കൊണ്ടുപോണ്ട്. 1.5 വർഷത്തോളം ഇവനെ പാട്ട് പഠിക്കാൻ കൊണ്ടുപോകും കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ജീവിച്ചു പോണ്. അമ്മ പാടത്ത് പണിക്കും അതുപോലെ പഞ്ചായത്ത് പണിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് മുന്നേ. ഇപ്പൊ അമ്മ ഒന്നിനും പോയില്ല. ഇപ്പൊ അമ്മയ്ക്ക് വയ്യ, കുറെ ആയിട്ട് അമ്മയ്ക്ക് ഒന്നിനും പോകുന്നില്ല. ഇപ്പൊ ഞാനും വൈഫും മാത്രമാണ് ജോലിക്ക് പോകുന്നത്. ഞങ്ങക്ക് ഈ വീടുണ്ടല്ലോ, ഈ വീട് നമുക്ക് ലൈഫ് മിഷനിൽ കിട്ടിയ വീടാണ്. അപ്പോ ആ വീടിന് ഞങ്ങള് അതിന്റെ മുന്നേ ഞങ്ങൾക്ക് ഓട് വീടുണ്ടായിരുന്നു. അത് പൊളിച്ചിട്ടാണ് ഞങ്ങള് ഈ വീട്ടിലേക്ക്, ചെറിയ വീട്ടിലേക്ക് ഒന്ന് കയറ്റിയത്. അപ്പൊ അത് കയറ്റുന്ന സമയത്ത് ഭയങ്കര പൈസ ചെലവായി. ഞങ്ങളുടെ കയ്യിൽ നിന്നും പൈസ ഒരുപാട് ഇറങ്ങി. അതുകൊണ്ട് അങ്ങനെ എല്ലാം വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു തറ ആക്കി. പിന്നെ അവര് തരുന്നതുകൊണ്ട് ആവില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അത് പറയാൻ വേണ്ടിയിട്ടല്ല, എന്നാലും അത് പറഞ്ഞു, കൂട്ടത്തിൽ അത് പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഒരു വീടാക്കി. പക്ഷെ നമ്മള് ഈ വീഡിയോ ചെയ്യുന്നത് ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അത് ആരും എന്താ പറയാ വേദനിപ്പിക്കാനോ അല്ലാതെ നമുക്കൊരു വീട് ആൾക്കാർ വെച്ച് തരണോ എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നല്ല ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ ആൾക്കാർക്ക് കാണുമ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്, ഒരുപാട് അങ്ങനെ ചെയ്യാന്ന്. അതൊന്നും ഇതില്ല അല്ലെ? ഇനി നമുക്കത് ആവശ്യമില്ല. നമ്മള് പണിയെടുത്തില്ലെങ്കിൽ വീഡിയോ ചെയ്ത് കിട്ടുന്ന പൈസ നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ നമ്മളത് ചെയ്യും. ഇല്ലാതെ ഒരാള് കുറെ 2-4-5 പേര് വിളിച്ചു കേട്ടോ. വിളിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം വിളിച്ച് ഇത് ഇത്ര തരാ അത്ര തരാ പറയല് മാത്രമേ, നമ്മൾ മേടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, പറയല് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കതിന്റെ ഒരു നുണ പറഞ്ഞിട്ട് നമുക്കൊന്നും വേണ്ട ആരുടെ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പണിയെടുത്ത കാശ് കൊണ്ട് നമ്മളത് ചെയ്യും. 1 വർഷം 2 വർഷമല്ല, നമ്മള് ചെയ്യും അത് എന്തായാലും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങള്. എന്തായാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അമ്മേനെ കുറിച്ച് എല്ലാവരും ചോദിച്ചിട്ട് അമ്മ സംസാരിക്കണേ കേട്ടിട്ടില്ല, അമ്മ ഒന്നും പറഞ്ഞിട്ടില്ലാന്ന്. അമ്മ എന്തെങ്കിലുമൊക്കെ പറയട്ടോ, അങ്ങനത്തെ എന്തെങ്കിലും. എൻ്റെ കാര്യം ചെറുപ്പത്തിലേ ഞാൻ കല്യാണം കഴിഞ്ഞ് 3 വർഷം ഇരുന്നിട്ടുള്ളൂ. അവിടുന്ന് അറ്റാക്കായിട്ട് അച്ഛൻ മരിച്ചു പോയി. പിന്നെ കരയല്ലേ, പിന്നെ കുട്ടീനെ നോക്കിയിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ അച്ഛനമ്മയൊക്കെ ഉണ്ടായിരുന്നു വീട്ടില്. അവരൊക്കെ അമ്മയ്ക്ക് സങ്കടം വന്നു. വേറൊന്നുമില്ല, അച്ഛനെ കുറിച്ച് ആലോചിച്ച അമ്മയ്ക്ക് സങ്കടം വരും. നല്ല ഇതിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനെ നോക്കി അങ്ങനെ ഇരുന്നു. പിന്നെ ഇതൊക്കെ തന്നെ എൻ്റെ കഥ.
അമ്മയ്ക്ക് അച്ഛന്റെ കാര്യം പറഞ്ഞ സങ്കടം വരും. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ കഥകള്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മള് വീഡിയോ ഇതുപോലെ ചെയ്യും. ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും ഞങ്ങളെ കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങൾ ഇത്ര അംഗീകരിച്ച എല്ലാവർക്കും വലിയൊരു നന്ദിയുണ്ട്. നന്ദിക്ക് മേലെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല. ലെനി, നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കുറെ ഫാമിലി മെമ്പേഴ്സ് നമ്മൾ വിളിച്ചു, സംസാരിച്ചു. ഒരുപാട് ദൂരമുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് പേര് വിളിച്ചു കേട്ടോ. നമുക്ക് ഒരുപാട് സന്തോഷം. നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മള് വീട്ടിൽ രാവിലെ ആ പോണ നേരത്തെ കുറച്ച്, വൈകുന്നേരം വരണ നേരത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. കാരണം ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ അത്രേ പറ്റൂ. കാരണം ഞങ്ങൾ രാവിലെ പോണത്, ഞങ്ങൾ 2 7 മണിക്ക് ഇവിടുന്ന് പോകും. പിന്നെ വൈകുന്നേരം വരുന്നത് 7 മണിക്കാണ്. പിന്നെ അതിന്റെ ഇടയിൽ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ വീഡിയോസ് ഒന്നും ഇല്ല. അപ്പം ഞങ്ങൾ എന്താ ചെയ്യാ, ഞങ്ങളെ വീട്ടിൽ അപ്പം നടക്കുന്ന കാര്യങ്ങൾ വീഡിയോ ആക്കിയിട്ട് അത് പോസ്റ്റ് ചെയ്യാണ്. അപ്പൊ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, കമന്റ്സിൽ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഫേക്ക് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മള് വീട്ടില് നമ്മളെ ഈ 5 പേര് എങ്ങനെയാണോ അത് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ വീഡിയോക്ക് കാണിക്കുന്നത്. ഇപ്പൊ രാവിലെ നേരം പോകുമ്പോ ആളെന്നെ സഹായിക്കും, അമ്മ കൂടും. നമ്മള് ആ 7 മണിക്ക് പോകുമ്പോഴേക്കും നമ്മുടെ വീട്ടിലെ എല്ലാ പണികളും ഒരുങ്ങിയിട്ട് വേണ്ട നമുക്ക് പോവാൻ. പിള്ളേരെ സ്കൂളിലേക്ക് കൊണ്ടാക്കുന്നതൊന്നും നമ്മളല്ല. അമ്മ രാവിലത്തെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ കൊണ്ടാക്കും. കുറച്ച് ദൂരം നടന്ന് പോകാനുള്ള കുറച്ച് ദൂരേ ഉള്ളൂ. അവരെ കൊണ്ടാക്കണത് അമ്മയാണ്. വൈകുന്നേരത്ത് സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് കൊണ്ടുവരുന്ന അമ്മ. പണിക്ക് പോവാൻ വയ്യ. അപ്പൊ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ കുറച്ചായിട്ടൊന്നും അമ്മ ഒന്നിനും പോകണില്ല. കുറച്ച് നല്ല അധികമായി ഒന്നിനും പോകണില്ല. അമ്മയ്ക്ക് ബി പി ഉണ്ട്, പിന്നെ ഡിസ്കിന് പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ടൊന്നും പോകണില്ല. അപ്പൊ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന ഞങ്ങൾ 2 പോവും. കുറച്ച് കടം പ്രാരാബ്ദമൊക്കെ ഉണ്ട്. ഞങ്ങൾ 2 പോയിട്ട് അതൊക്കെ നമ്മളത് നിറവേറ്റി കൊണ്ടുവരുന്നത്. പിന്നെ കുറെ ആൾക്കാർ വേണ്ട കണ്ടന്റ് മാറ്റിപ്പിടിക്കും. അവരോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, അവര് മാറ്റിപ്പിടിക്കാൻ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്തോണ്ടല്ല, അങ്ങനെ മാറ്റി ചിന്തിക്കാൻ പറ്റാത്തോണ്ടല്ല. പക്ഷെ നമുക്ക് അതിനുള്ള സമയമില്ല. മെയിനായിട്ട് ഞങ്ങൾക്ക് ഈ പണിക്ക് പോയിട്ട് വരുന്ന സമയം, ആ സമയത്തിന്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ 7 മണിക്ക് പോകും. പിന്നെ വൈകുന്നേരം 7 മണിക്കാണ് വരിക. വൈകുന്നേരം വന്നാൽ പിന്നെ കുട്ടികളെ പഠിപ്പിക്കണം. എന്നിട്ടും ഞങ്ങൾ അതിന്റെ ഇടയിൽ കുറേശ്ശേക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് അത് വൈകുന്നേരം അപ്ലോഡ് ചെയ്യും. ഈ രാവിലെ അതേപോലെ തന്നെ ഞങ്ങൾ നേരത്തെ 4:30 എണീറ്റ് ഞങ്ങൾ ചിലപ്പോൾ അവൾ എണീക്കുക രാവിലെ 4:30. പിന്നെ എന്നെ ഒരു 6 മണിക്കൊക്കെയാണ് വിളിക്കുക. അവള് പകുതി പണികളൊക്കെ കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുക. അപ്പോഴാണ് ഞാൻ എണീക്കുക. അങ്ങനെയൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വൈകുന്നേരത്ത് വന്നു കഴിഞ്ഞാൽ അതേപോലെ 8 7:30 ആവും വീട്ടിലേക്ക്. അപ്പോഴേക്കും അമ്മ ഇവരെയൊക്കെ കുളിപ്പിച്ച് റെഡി ആക്കിണ്ടാവും. പിന്നെ ഞങ്ങളെ പഠിപ്പിച്ച് ഇവരെയൊക്കെ പഠിപ്പിച്ച് ഞങ്ങൾ ഇരിക്കുമ്പോഴേക്കും സമയം 9 9:30 ആവും. പിന്നെ ഈ കുറെ ആൾക്കാർക്ക് കമന്റിനെ കുറിച്ച് കുറെ ആൾക്കാർ കമന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഈ വൈകുന്നേരം ഞങ്ങൾ വന്നിട്ട് ഈ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത്, ഞങ്ങൾ വന്ന് ഫോൺ എടുക്കുന്ന സമയത്ത് 10 മണി, ഞങ്ങളുടെ എല്ലാ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നോക്കുന്നത് 10 മണിയാണ്. 10 മണിക്ക് ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടാവും. എല്ലാം ഇതിൽ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ഒരു ചേച്ചി മറുപടി തരുന്നില്ല. ഞങ്ങൾ ഈ മറുപടി കൊടുക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഈ വൈകുന്നേരം 10 മണിക്ക് എല്ലാവർക്കും അറിയാലോ, പണിക്ക് വന്ന ആൾക്കാരിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. വൈകുന്നേരം ആൾക്ക് ക്ഷീണം വരും. എന്നാലും ഞങ്ങൾ പരമാവധി എല്ലാവർക്കും കമന്റിന് റിപ്ലൈ കൊടുക്കും. എന്നിട്ട് തന്നെ കിടക്കാറുള്ളൂ. പിന്നെ നമുക്ക് പറ്റാത്തത് പിന്നെ നിവർത്തി ബാക്കത്തെ വീഡിയോസിനൊക്കെ കമന്റ് കൊടുക്കാൻ പറ്റാറില്ല. ഫ്രണ്ടിലിട്ട വീഡിയോക്ക് എന്നാലും കൊടുക്കും ഞങ്ങൾ വീഡിയോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കഥ. പിന്നെ കുട്ടിക്ക് 1 വയസ്സാകുമ്പോഴേക്കും, 1.5 വയസ്സായിട്ടില്ല, 1 വയസ്സ് 3 മാസം ആകുമ്പോഴേക്കും അച്ഛൻ മരിച്ചു. പിന്നെ അച്ഛനും അമ്മയും ഞങ്ങളാരൊക്കെ കൂടിയിട്ടാണ് അതിനെ വളർത്തിയിലാക്കി. പിന്നെ അവിടെ നിന്ന് കൂടി പോകുന്നു. അങ്ങനെയൊക്കെയാണ് നോക്കി വളർത്തി. അപ്പോൾ 14 വയസ്സായി. അച്ഛന്റെ വീട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് അമ്മയുടെ വീട്ടിലേക്ക് അവരെല്ലാരും കൊണ്ടുവന്നു. അപ്പൊ പിന്നെ ഇവര് 2 പേരോട് ഒറ്റയ്ക്കല്ലേ. അപ്പൊ അവര് 2 പേരും പ്രായമായിരുന്നു, 22 വയസ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെ ഇവിടെ അമ്മയുടെ അമ്മ, അച്ഛൻ, അനിയന്മാർ, അങ്ങനെ അവരെല്ലാരും കൂടെ സഹായത്തിലാണ് ജീവിച്ചിരുന്നത്. പിന്നെ അമ്മ കുറച്ച് കൺസ്ട്രക്ഷൻ പണിക്കാര് കൂടെ ഹെൽപ്പറൊക്കെ ആയിട്ട് പോയായിരുന്നു. പിന്നെ പാടത്ത് പണി, ഇങ്ങനെ മണലേറ്റം, നമ്മൾ സാധാരണ എല്ലാ കൂലിപ്പണിക്കും പോയായിരുന്നു. അങ്ങനെ നന്നായി ഒരു അച്ഛല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, നന്നായി ബുദ്ധിമുട്ടിയിട്ടാണ് ആളെ നോക്കിയതും വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ. അതിൻ്റെതായ ഒരു നല്ല ബുദ്ധിമുട്ട്, ആ ഒരു സ്നേഹം ഞങ്ങൾക്ക് എല്ലാവർക്കും അമ്മോടുണ്ട്.
അപ്പൊ ഞങ്ങളെ കുറിച്ച് ഇത്രയൊക്കെ ഞങ്ങക്ക് അല്ലേ പറയുള്ളൂ. ഇത്രയൊക്കെ പറയാനുള്ളൂ. ഞങ്ങള് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഇതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതിന് മീതെ ഇനി പറയാൻ ഞങ്ങൾക്ക് വാക്കുകളില്ല. എന്നാൽ ഇത്രയും ദിവസം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനിയും ഇതുപോലുള്ള സപ്പോർട്ടുകൾ എല്ലാവരും ചെയ്യണം. അത്രേ ഉള്ളൂ. നമ്മളെ കൊച്ചു ഫാമിലിനെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഒരുപാട് ബിഗ് താങ്ക്സ്.